ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാറൂഖ് അഹമ്മദ്. KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. തൊപ്പിയുടെ മാറ്റം വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. മുമ്പൊക്കെ തൊപ്പിയുടെ വീഡിയോകൾ കാണുമ്പോൾ വളരെയധികം അവമതിപ്പ് ഉണ്ടാക്കുന്ന തരത്തിലാണെങ്കിൽ തന്നെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായി വളരെ നല്ല പക്കമായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഇപ്പോൾ തൊപ്പി സംസാരിക്കുന്നത്. 2-3 ലൈവ് ഞാൻ തൊപ്പിയിൽ നിന്ന് കാണുക ഇടയായി. മാത്രമല്ല 1-2 ഇന്റർവ്യൂകളും കണ്ടു. അതിന്റെ അല്പഭാഗം ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതൊരു കല്യാണത്തിന്റെ ഇടയിൽ കണ്ടത്. കാരണം എൻ്റെ കുടുംബത്തിലൊരു കല്യാണം, എൻ്റെ കസിൻ്റെ കല്യാണം. പക്ഷെ എന്നെ വിളിച്ചില്ല. മീൻസ് ഞാനുമായിട്ട് ഇതില്ല, എല്ലാവർക്കും ഫാമിലിക്കാർക്കും അങ്ങനെ അവരെ ഇത് പറയുന്നതല്ല കേട്ടോ. അങ്ങനെ ഞാൻ അവരുമായിട്ട് ആരുമായിട്ട് ഇതില്ല, കോണ്ടാക്ട് ഇല്ല. എനിക്ക് എൻ്റെ ഉമ്മാനെ കാണണം, തിരിച്ചു വരണം, അത്രേ ഉള്ളൂ എനിക്ക്. അപ്പൊ ഞാനിത് അറിയില്ല, ഇങ്ങനെ ഒരു കല്യാണം അവിടെ നടക്കുന്നുണ്ട്. എൻ്റെ കസിൻ്റെ കല്യാണമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാനവിടെ പോയപ്പോൾ ഓൾക്ക് ഭയങ്കര ഇതായി, ഓള് എക്സൈറ്റഡ് ആയി, ഭയങ്കര സന്തോഷമായി ഓൾക്ക്. എനിക്കറിയില്ലായിരുന്നു കല്യാണം. ഞാൻ ഉമ്മാനെ കാണാൻ വേണ്ടി പോയത്. അപ്പൊ പറയുന്ന അവിടെ കല്യാണം, കസിൻ്റെ കല്യാണം, എല്ലാവരും അവിടെയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ പോയി പുറത്ത് വെയിറ്റ് ചെയ്തു. മീൻസ് അവിടെ ഈ കല്യാണത്തിന് എന്ന് പറഞ്ഞാൽ രാവിലെ നിക്കാഹായിരിക്കും. നിക്കാഹിന് ആണുങ്ങൾ മാത്രം പള്ളിയിൽ പോകും, പെണ്ണുങ്ങൾ മാത്രമേ കല്യാണ വീട്ടിലുണ്ടാവും. അപ്പൊ ആണുങ്ങളെല്ലാരും കല്യാണത്തിന് പോകാൻ വേണ്ടി ഞാൻ നോക്കി പുറത്ത് വെയിറ്റ് ചെയ്തു. എല്ലാരും പോയി. എൻ്റെ കാർഡോർ മാറും ഇങ്ങനെ മനസ്സിലാവും. ഇപ്പൊ കാർഡോർ ഇങ്ങനത്തെ ആൾക്കാരെല്ലാം പള്ളിയിലേക്ക് പോയി എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ ഞാൻ ആരും കാണാണ്ട് മെല്ലെ കല്യാണ വീട്ടിലേക്ക് കയറി ഉമ്മാനെ കണ്ട്, എല്ലാവരും പെങ്ങളൊക്കെ കണ്ട് അങ്ങനെ തിരിച്ചു. നിഹാദിന്റെ സംസാരം എത്ര നല്ല പക്കമായ രീതിയിലാണ്. മുമ്പൊക്കെ ഇവന്റെ ഇന്റർവ്യൂ കാണുമ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കാലിലിട്ട് ചെരുപ്പ് എടുത്തിട്ട് അവൻ അടുത്തുണ്ടെങ്കിൽ അടിക്കാൻ മനസ്സ് തോന്നിപ്പോകും. അത്രക്കും അശ്ലീല ചൊവ്വയുള്ള സംസാരങ്ങളും അത്രക്കും വൃത്തിഹീനമായിട്ടുള്ള തരത്തിലുള്ള വാക്കുകളും മറ്റുമൊക്കെ ആയിരുന്നു അധികം ഉപയോഗിക്കാറ്. കാരണം എങ്ങനെയെങ്കിലും ശ്രദ്ധിക്കപ്പെടണം എന്നുള്ള ഇതിൽ നിന്ന്. അപ്പൊ അതിലും തികച്ചും വ്യത്യസ്തമായിട്ട് വളരെ നല്ല പക്കമായ രീതിയിലാണ് ഇദ്ദേഹം ഇതിൽ കൂടി നമുക്ക് സംസാരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ 99% മാറ്റം വന്നെങ്കിൽ തന്നെ സ്വന്തം ഉപ്പയും ഉമ്മയും അതുപോലെ തന്നെ കുടുംബങ്ങളിൽ അധിക പേരും ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല എന്നുള്ള ദുഃഖകാര്യം കൂടി ഇപ്പോൾ ഇന്റർവ്യൂവിൽ കാണുവാൻ ഇടയായി. ഇവിടെ തൊപ്പി എന്ന വ്യക്തിയുടെ ഈ മാറ്റം നമ്മളൊക്കെ ചിന്തിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ്. ആരെയും നമ്മൾ മുൻവിധിയോടുകൂടി നോക്കിക്കാണാൻ പാടില്ല. നമ്മൾ ഇന്ന് കാണുന്ന നല്ലവരാണെന്ന് വിചാരിക്കുന്നവർ ഒരുപക്ഷെ നാളെ വളരെ മോശമായി ജീവിച്ചെന്ന് വരാം. നമ്മൾ ഇന്ന് കാണുന്ന മോശമായി ആണെന്ന് വിചാരിക്കുന്നവർ ഒരുപക്ഷെ നാളെ നല്ല രീതിയിൽ ജീവിച്ചെന്ന് വരാം. അപ്പൊ മനുഷ്യന്റെ മാറ്റങ്ങളെ ഒരിക്കലും മുൻവിധിയോടുകൂടി പ്രവചിക്കാൻ പറ്റത്തില്ല. കാരണം ചരിത്രങ്ങൾ അങ്ങനെയാണ്. ഒരു കാലത്ത് വളരെ മോശമായ രീതിയിൽ ജീവിതം സാഹചര്യം കൊണ്ടുപോയവർ ഇന്ന് വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന രീതിയിലും കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാറ്റം തൊപ്പിയിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ തൊപ്പിയുടെ ചില കാര്യങ്ങൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം തൊപ്പിയുടെ ഒരു വ്ലോഗ് കാണാൻ ഇടയായി. അദ്ദേഹം എറണാകുളത്ത് നിന്ന് കണ്ണൂരേക്ക് ഒരു കല്യാണത്തിന് പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ആ കല്യാണത്തിന് പങ്കെടുക്കുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന പല ആൾക്കാരും അവനെ കൂടെ നിർത്തി ഫോട്ടോ എടുക്കുന്നതും മറ്റുമൊക്കെ. മുമ്പൊക്കെ അവന് കുട്ടികൾ മാത്രമായിരുന്നു, പക്ഷെ ഇന്ന് മുതിർന്നവർ പോലും, നല്ലവരായ ആൾക്കാർ പോലും, 10-75 വയസ്സുള്ള ഒരു ഉമ്മമ്മ അവനെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് ഭക്ഷണം കൊടുത്ത് അവന്റെ കൂടെ ഇതാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയായി. അപ്പൊ ഇതൊക്കെ ഇവന്റെ ഈ നല്ലൊരു രീതി കൊണ്ട് തന്നെയാണ് സമൂഹം അംഗീകരിക്കുന്നത്. ഏറെ വൈകാതെ തന്നെ ഇവനെ ഇപ്പം മാറ്റി നിർത്തി ഇവന്റെ സ്വന്തം മാതാപിതാക്കളും കുടുംബങ്ങളൊക്കെ ഇവനെ അടുപ്പിക്കുമെന്നാണ്, അതായത് അംഗീകരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ തൊപ്പിയുടെ മാറ്റം ഇനിയും പൂർണ്ണതയിൽ എത്തട്ടെ. ഈ തൊപ്പിയുടെ രീതി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.